ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പുതിയ സോഫ്റ്റ്വെയർ ടിങ്കർ കാർഡിനെ പരിചയപ്പെടാം. ടിങ്കർ കാർഡ് എന്താണ്, അത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് ടിങ്കർ കാർഡിനെ പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മൾ അതിന് ടിങ്കർ കാർഡ് സോഫ്റ്റ്വെയർ എടുക്കും. ടിങ്കർ കാർഡ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുക്കും. ഓക്കെ, ടിങ്കർ കാർഡ്, ഇതാണ് ടിങ്കർ കാർഡ്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ആ ടിങ്കർ കാർഡ് ക്രിയേറ്റ് 3D ഡിജിറ്റൽ ഡിസൈൻ വിത്ത് ഓൺലൈൻ കാർഡ് നമ്മൾ എടുക്കും. ഈ ടൈറ്റിൽ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ടിങ്കർ കാർഡ് ഉപയോഗം എന്താണ്. ടിങ്കർ കാർഡ് നമ്മൾ 3D ഡിജിറ്റൽ ഡിസൈൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ ടിങ്കർ കാർഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ടിങ്കർ കാർഡിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്തതിന്റെ യൂസർ നെയിം കാണിക്കും. പിന്നെ അടുത്ത് അപ്പോടെ ഹോം ഉണ്ട്, ക്ലാസ്സസ് ഉണ്ട്, ഡിസൈൻസ് ഉണ്ട്, കളക്ഷൻസ് ഉണ്ട്, ട്യൂട്ടോറിയൽസ് ഉണ്ട്, ചലഞ്ചസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, നമ്മൾ ഡിസൈൻ ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ അല്ലെങ്കിൽ പുതിയൊരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ആ ഓപ്ഷനാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കിടപ്പുണ്ട്. അതിന്റെ ഒരു പ്ലസ് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3D ഡിസൈൻ, സർക്യൂട്ട്സ്, കോഡ് ബ്ലോക്സ്, ഇങ്ങനെ 3 ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അതിൽ നിന്ന് നമ്മൾ സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് തന്നെ സർക്യൂട്ട്സ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. റൈറ്റ് സൈഡിലെ കുറെ കമ്പോണൻസ് നമുക്ക് കാണാം. ഇലക്ട്രോണിക്സ് കമ്പോണൻസ്, അതായത് നമ്മൾ ഒരു സർക്യൂട്ട് ഫിസിക്കലി ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ എന്തൊക്കെ കമ്പോണൻസ് ഉപയോഗിക്കും, റെസിസ്റ്റർ, LED, പിന്നെ പൊട്ടൻഷ്യോമീറ്റർ, കപ്പാസിറ്റർ, അങ്ങനെ എല്ലാം കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ പൊട്ടൻഷ്യോമീറ്റർ ക്ലിക്ക്, ഇവിടെ പൊട്ടൻഷ്യോമീറ്ററിന്റെ പേരും താഴെ നമുക്ക് എത്ര 250 കിലോ ഓം, എത്ര ഓം സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കിലോ ഓം ആണോ, ഓം ആണോ, മൈക്രോ ഓം ആണോ, അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ സ്പെസിഫിക്കേഷൻ നമുക്ക് എന്താണോ ആവശ്യം ആ അളവ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. യൂണിറ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും, പേര് കൊടുക്കണേ പേര് കൊടുക്കാൻ പറ്റും, നമുക്ക് ഏത് ടൈപ്പ് ഉള്ള വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് താപ്പോട്ട് സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള കമ്പോണൻസ് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഡിസ്പ്ലേയിലേക്ക് ഇവിടോട്ട് വെക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണ്ട സാധനം എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കണക്ഷൻസ് ഓപ്പൺ ചെയ്യുന്നതിനാണ് ബ്രെഡ് ബോർഡിൽ നമുക്കറിയാലോ. ആ ബ്രെഡ് ബോർഡ് എടുത്തിട്ട് നമുക്ക് LED ഇപ്പൊ ഇവിടെ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കണക്ട് ചെയ്തു. നമുക്ക് നമ്മളിവിടെ ഒരു റെസിസ്റ്റർ വെച്ച് ഓർത്തു. നമ്മൾ റെസിസ്റ്റർ വെച്ചപ്പോൾ ആ റെസിസ്റ്ററിൽ നിന്ന് നമുക്ക് നെഗറ്റീവിലേക്ക് വേണമെങ്കിൽ ഒരു വയർ കൊടുക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഒരു വയർ കൊടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പൊ നമ്മുടെ വയർ കണ്ടു, നമ്മൾ ഗ്രീൻ വയർ എടുത്തേക്ക്, നമുക്ക് വയറിന്റെ കളറും ചേഞ്ച് ചെയ്യണം. ഗ്രീൻ വേണ്ട, നമ്മൾ നോർമലി ഗ്രൗണ്ട് ഒക്കെ ചെയ്യുമ്പോൾ ബ്ലാക്ക് വയർസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ലേ, അപ്പൊ നമുക്ക് ബ്ലാക്ക് ആക്കി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ കമ്പോണന്റിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ റൊട്ടേറ്റ് ചെയ്യാം. ഞാൻ കമ്പോണന്റിനെ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കാം. ഒരു സെക്കൻഡ്, നമ്മൾ റെസിസ്റ്ററിനെ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കാം. നമ്മൾ എപ്പോഴും റെസിസ്റ്ററിനാണല്ലോ എല്ലാത്തിനും എക്സാം ഇട്ട്. കണ്ടോ, റെസിസ്റ്റർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് റെസിസ്റ്റർ റൊട്ടേറ്റ് ചെയ്യുന്നത്? നോക്കിയോ, ഞാൻ റെസിസ്റ്ററിൽ ക്ലിക്ക് ചെയ്തു, ഇവിടെ കൂടെ റൊട്ടേറ്റ് ചെയ്ത് കണ്ടോ. അപ്പൊ അതിങ്ങനെ ഇങ്ങനെ വന്നുണ്ടോ. അപ്പൊ നമുക്ക് ഈ ബ്രെഡ് ബോർഡ് ഏത് രീതിയിൽ അത് കണക്ട് ചെയ്യണം, നമുക്ക് അതിനെ അങ്ങനെ ഇടാൻ പറ്റും. ഇനി നമ്മളിങ്ങനെ പോകുന്ന ബുക്ക് ചിലപ്പോൾ നമ്മൾ കണ്ടില്ല, നമുക്കൊരു സാധനം കണ്ടില്ല, നമുക്ക് പെട്ടെന്ന് ഒരു സാധനം എന്ന് പറഞ്ഞ കമ്പോണന്റിനാണ്. ആ കമ്പോണന്റിനെ കണ്ടില്ലെങ്കിൽ കമ്പോണന്റിന് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. LCD കണ്ടോ, LCD വേണമെങ്കിൽ ഏതൊക്കെ സ്പെസിഫിക്കേഷൻ LCD നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ കാണിക്കും. അത് നമുക്ക് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങോട്ട് വെക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ വെക്കാൻ പറ്റും. മനസ്സിലായല്ലോ. ഞാനപ്പോൾ ഇതിന് കുറച്ച് കമ്പോണൻസ് നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ബട്ടൺ ഞെക്കി ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാവേ. നമ്മളിങ്ങനെ വയർ ചെയ്ത് ഇങ്ങനെ വെക്കുമല്ലോ, ഇതിനൊക്കെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരാൾ വേണം. ആ ആളാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതാണ് നമ്മുടെ ആർഡിനോ R3. ദേ വരുന്നു, കണ്ടോ. റെഡ് ബോർഡിനെ കുറച്ച് സപ്പോർട്ട് ആക്കി വെക്കാം. ആർഡിനോ R3 കണ്ടോ, ഈ ആർഡിനോ R3 ആണ് സത്യത്തിൽ നമ്മൾ ഫിസിക്കലി ചെയ്യുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനെയും ഹാർഡ്വെയറിനെയും കൂടെ നമ്മൾ കമ്പോണന്റ് മിക്സ് നമുക്ക് അത് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ആർഡിനോ R3 വെച്ചാണ് അത് ചെയ്യുന്നത്. ഇത് ചെയ്യാൻ ആർഡിനോ എന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ USB കണ്ടിട്ട് പോർട്ട് വഴി കണക്ട് ചെയ്തൊക്കെയാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നത്. ഫിസിക്കലി ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളെല്ലാം കമ്പ്യൂട്ടറിൽ 3D ഡിസൈൻസ് ചെയ്ത ശേഷമാണല്ലോ പുറത്തോട്ട് ഫിസിക്കലി ചെയ്യാറുള്ളത്. അപ്പം ഇതിന്റെയൊക്കെ ഹെൽപ്പോടെ നമ്മൾ ആ കണക്ഷൻസ് ഒക്കെ ചെയ്യാറ്. നമുക്ക് ഇത്രയും കമ്പോണൻസ് ഇഷ്ടം പോലെ ഈ സൈഡിൽ കാണുന്ന കമ്പോണൻസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് എടുക്കാം. നമ്മുടെ ആവശ്യം നമുക്ക് നമ്മുടെ സ്പെസിഫിക്കേഷനിൽ എടുക്കാം. വയറിന്റെ കളർ മാറ്റാം, വയർ ഏത് ഡിസൈനിൽ വേണം, വയറിന്റെ കുറെ ഡിസൈൻസ് അവൈലബിൾ. നോർമൽ ഉണ്ട്, ഹൂക്കപ്പ് ഉണ്ട്, അലിഗേറ്റർ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. കണ്ടോ, അതുപോലെ നമുക്ക് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ ഇവിടെയും ബട്ടൺ ഉണ്ട്. കോപ്പി ചെയ്യാനുണ്ട്, പേസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് ടിങ്കർ കാർഡ്. നമുക്കപ്പോൾ ടിങ്കർ കാർഡിൽ വേറെ കുറെ സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യുന്നത് സോഫ്റ്റ്വെയർസ്
സോഫ്റ്റ്വെയറിൽ നമ്മൾ എങ്ങനെ പ്രോഗ്രാം കോപ്പി പേസ്റ്റ് ചെയ്യുന്നതെന്നും പ്രോഗ്രാം എങ്ങനെ കോഡ് എങ്ങനെ എടുക്കാൻ പറ്റുമെന്നും അതിന്റെ സിമുലേഷൻ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.